സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 14 അടിയുള്ള ഒരു മുതലേനെ ഒറ്റയ്ക്ക് കൊന്ന ഒരു അമ്മേന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് രത്തൻബോർ ടൈഗർ റിസർവിലെ കടുവ റാണീനെ കുറിച്ചാണ്. ദ ഗ്രേറ്റ് മച്ചലി. മച്ചലി എന്ന് പറയുന്നത് പെൺകടുവ വന്നിട്ട് ഏറെ പ്രത്യേകതയുള്ള ഒരു പെൺകടുവയാണ്. സ്വന്തം അതിഥിയിലേക്ക് വരുന്നത് ഏതൊരു വലിയ ആൺകടുവയാണെങ്കിലും അത് മച്ചലിക്ക് ഒരു പ്രശ്നമല്ല. അവന് ഒറ്റയ്ക്ക് പോരാടി തന്നെ ജയിക്കും. സ്വന്തം അമ്മേന്റെ അടുത്ത് അതിഥി ഏറ്റെടുത്ത് കഴിഞ്ഞ് വളരെ നല്ല രീതിയിൽ തന്നെ വേട്ടയാടിയിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ നല്ല പോറ്റിയെടുത്ത ഒരു അമ്മയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു 14 അടിയുള്ള മുതലേനെ ഒറ്റയ്ക്ക് പോരാടിയാണ് മച്ചലി കൊന്നത്. അതുകൊണ്ട് തന്നെ മച്ചലിക്ക് വേറൊരു പേരും കൂടി വന്നു, ക്രോക്കഡൈൽ കില്ലർ. ഏറെക്കുറെ 1000 കണക്കിന് ഡോക്യുമെന്ററീസിലാണ് മച്ചലി വന്നിട്ട് സ്ഥാനം നേടിയിരിക്കുന്നത്. അതുമാത്രമല്ല ലോകത്തിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെട്ട ടൈഗർ എന്ന സ്ഥാനവും കൂടി മച്ചലിക്കുണ്ട്. ഒരു കടുവയുടെ ശരാശരി ജീവിതം എന്ന് പറയുന്നത് 12-15 വർഷം വരെയാണ്. പക്ഷെ മച്ചലി ജീവിച്ചു വന്നിട്ട് 19-20 വർഷം വരെയാണ്. അതുകൊണ്ട് തന്നെ രത്തൻബോർ ടൈഗർ റിസർവിലെ കടുവകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മച്ചലി വന്നിട്ട് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. മച്ചലി വന്നിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ ഏറെക്കുറെ സഹായിച്ചിട്ടുണ്ട്. അതായത് മച്ചലി ട്രെൻഡ് ആയതോടെ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചു തുടങ്ങി. ഇത് കാരണം ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഏകദേശം $10 മില്യൺ റവന്യൂ ആയിട്ട് കിട്ടിയത്. ഇനി പ്രത്യേകതകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇന്ത്യൻ ഗവൺമെന്റ് പോസ്റ്റൽ സ്റ്റാമ്പിലടക്കം സ്ഥലം നേടിയിട്ടുണ്ട് ഈ മച്ചലി എന്ന് പറയുന്ന പെൺകടുവ. അവസാനം 2016 ഓഗസ്റ്റ് 18 മച്ചലി വന്നിട്ട് ദേഹത്തിന് സുഖമില്ലാതെ മരണത്തിന് കീഴടങ്ങിയത്.